ഇന്നത്തെ റെസിപ്പി നമുക്ക് വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ട് നല്ല ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു ചായക്കടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. റേഷൻ കടയിലത്തെ ആട്ട വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കി എടുത്തത്. ആട്ടപ്പൊടി കിട്ടിയാൽ കളയണ്ട കേട്ടോ, ഇതേപോലെ ചെയ്തെടുത്താൽ മതി. ഇതേപോലത്തെ ഒരുപാട് വെറൈറ്റി റെസിപ്പി നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റേഷൻ കടയിലത്തെ ആട്ടപ്പൊടി വെച്ചിട്ടുള്ള വൈകിട്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് നോക്കിട്ടോ, എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇതാ ഞാനിത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കണം. പിന്നെ ഇത് ഈ ഒരു റെസിപ്പി 3 ചേരുവ മാത്രം മതി കേട്ടോ തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട്. അതുപോലെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവുന്നൊരു റെസിപ്പിയും കൂടിയാണ്. പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന ഒരു വീഡിയോക്ക് മറന്നു പോകേണ്ട ഒരു ലൈക്ക് തരണേ, എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണേ, ഹാർട്ടോ സ്മൈലോ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടാൽ മതി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം തന്നെ വറുത്തിട്ട് ഒന്ന് കളറൊക്കെ മാറി വരണം കേട്ടത്. നമ്മളിപ്പോൾ സാധാ ആട്ട വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ഞാൻ ചെയ്ത് നോക്കിക്കില്ല കേട്ടോ. പക്ഷേ ഇതിനെക്കൊണ്ട് ചെയ്തപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. ഇതൊരു തരിങ്ങനെ ഉണ്ടല്ലോ, അപ്പോൾ ചെയ്തപ്പോൾ അടിപൊളിയായിട്ട് എൻ്റെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം വറുത്തിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണേ, അതുവരെ ഒന്ന് നമുക്ക് വറുത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു നെയ്യ് എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് വറുത്ത് കൊടുക്കുക. ഇത് നമ്മൾ വറുത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരും കേട്ടോ ഇതിൻ്റെ അകത്തുനിന്ന്. അത്രയും പോരാ, ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം, അതുവരെ ഒന്ന് വറുത്ത് കൊടുക്കണം. പിന്നെ അത് നമ്മൾ വേവിക്കുന്നൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ നല്ലോണം തന്നെ വറുത്തെടുക്കുക. കുറച്ച് നേരം ഇങ്ങനെ കൈവെക്കാണ്ട് തന്നെ വറുത്ത് കൊടുക്കുക. ഏകദേശം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു കളർ മാറ്റം കണ്ടില്ലേ, നമ്മളിപ്പോൾ അവിലൂസ് പൊടിയൊക്കെ വറുക്കുന്നില്ലേ, ആ ഒരു കളർ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ ആ ഒരു കളർ തന്നെ വന്നത്. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി ഇത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുക കേട്ടോ. കളർ മാറിയാൽ പെട്ടെന്ന് അടി കരിഞ്ഞ് പോകും കേട്ടോ. ഇനി ഇത് നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര വേണം. ഒരു രണ്ടര അച്ച് ശർക്കര ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പൊടി എടുത്തതെന്ന് വെച്ചാൽ ഒരു 1.5 ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ടാവും, നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സില്ലേ ആ ഒരു ഗ്ലാസ്സിന് കേട്ടോ. പിന്നെ ഞാൻ അളന്നൊന്നും കാണിച്ചിട്ടില്ല, ഇതിനങ്ങനെ അളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. മധുരം നിങ്ങൾക്ക് എത്ര വേണോ അത്രയും എടുക്കാം. പിന്നെ അതൊന്ന് നല്ലോണം തിളപ്പിച്ച് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട്. ഇതിൽ കല്ലില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒഴിച്ച് കൊടുത്തത്. കല്ലുള്ള ശർക്കര ഒക്കെ ആകുമ്പോൾ നമ്മൾ അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചെങ്കിൽ അച്ച് ശർക്കര എവിടെ നിന്നാണ് കിട്ടുക നോക്കട്ടോ, അത് സൂപ്പർ മാർക്കറ്റിലുണ്ടാവും. പൊടി വറുത്ത ആ ഒരു പാനിലേക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഒരു ശർക്കര ഒഴിച്ച് കൊടുത്തത്. ഇതിലേക്ക് ഞാനൊരു അരമുറി തേങ്ങയും കൂടി ചിരവിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം തന്നെ ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ശർക്കര പാനി അധികം വറ്റി പോകണ്ട കേട്ടോ. പിന്നെ ഇതിൻ്റെ തേങ്ങ ഒന്ന് വെന്തിട്ട് വരണം, അതുവരെ ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങൻ്റെ ആ ഒരു പച്ചമണമില്ലേ അത് പോകണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെ പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച പൊടിയില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ നല്ല ജീരകം ഇഷ്ടമാണെന്ന് വെച്ചാൽ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ചുക്ക് പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തില്ല, വെറും ഏലക്ക മാത്രമാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മളിപ്പം തേങ്ങയും ശർക്കരയും എടുക്കുന്ന ആ ഒരു കണക്ക് അതിലേക്ക് കുഴയാനുള്ള കണക്കിലാണ് കേട്ടോ പൊടി എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നല്ലോണം തന്നെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ, ഇങ്ങനെ കഴിക്കാൻ തന്നെയാണ് ടേസ്റ്റ് ഉള്ളത്. കുറച്ച് നേരം ഇതേപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കട്ടോ. ഈ ഒരു ശർക്കര പാനി എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ നമുക്കൊന്ന് നല്ലോണം തന്നെ മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് അധികം വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ വറുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണല്ലോ. അപ്പോൾ ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മാത്രം മതി. നമ്മളിപ്പോൾ സാധാരണ അരി ഉണ്ടൊക്കെ ഉണ്ടാക്കുന്നില്ലേ അതേ മോഡലിൽ തന്നെയാണിത്. ആട്ടപ്പൊടി വെച്ചിട്ട് ചെയ്യുന്നതാണുള്ളൂ. പിന്നെ അത് ഗോതമ്പ് വെച്ചിട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. ഗോതമ്പ് വറുത്തിട്ട് പൊടിച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. ഇതേ ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് ഞാനൊന്ന് ഉരുളകളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഓരോന്നും.
കുറച്ചൊന്ന് ചൂട് ആറിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് ഉരുളകളാക്കി എടുത്താൽ മതി. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ആക്കിയെടുക്കട്ടെ. ഞാൻ ഇതേപോലെ കൈവച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുന്നതാണല്ലോ. മുഴുവനും നമ്മൾ ഇതേപോലെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഈസി അല്ലേ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത ഇതേപോലത്തെ വെറൈറ്റി വീഡിയോസായി കാണാം കേട്ടോ.